ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഗൈസ് നമ്മൾ പുതിയൊരു ജില്ല എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഗൈസ്, ആലപ്പുഴയിലെ വേഗാറ്റുക എന്ന ബോട്ടിംഗ് സർവീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇത് കേരള ഗവൺമെന്റിന്റെ ബോട്ട് സർവീസ് ആണ്. ആലപ്പുഴയിലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ബാക്ക് വാട്ടർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ട് സർവീസ്. ഇതിൽ തന്നെ എസിയും നോൺ എസിയും അവൈലബിൾ ആണ്. എസി ആണെങ്കിൽ 600 പെർ ഹെഡും നോൺ എസി ആണെങ്കിൽ 400 പെർ ഹെഡുമാണ് ചാർജ് വരുന്നത്. അപ്പൊ സൂര്യൻ ഉദിച്ചു വരുമ്പോ നമ്മൾ കൊച്ചിയിലാണ് ഗൈസ്. കൊച്ചിയിലെ പല ഭാഗങ്ങളിൽ നിന്ന് സൺറൈസ് കാണാൻ അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മൾ സുബൈ നിസ്കരിക്കാൻ പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ അടിപൊളി ഒരു പള്ളിക്കുളം ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിലേക്ക് ചാടാനൊക്കെ തോന്നി, പക്ഷെ വേറെ നിവൃത്തിയില്ലല്ലോ ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മൾ ആലപ്പുഴ റീച്ച് ചെയ്തിട്ടുണ്ട്. ഉടുപ്പി കിച്ചണിന്നാണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. നല്ല ചട്നിയും ഗീ റോസ്റ്റും ആണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഒന്ന് ആലപ്പുഴ വരുമ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മളിപ്പോ ആലപ്പുഴയില് ആണ്. അപ്പോൾ നമ്മൾ 2:30 ഇറങ്ങിയതാണ്. ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. 8 മണിക്ക് നമ്മൾ ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. അതാണ് നമ്മളെ ബോട്ട്. അപ്പോൾ 11 മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യാം. കം ഓൺ ഗായ്സ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അത്ര വലിയതൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ കാണാൻ പറ്റിയ അത്രക്കും നല്ല സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരുപാട് ബോട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ കേരള ഗവൺമെന്റിന്റെ വേഗ എന്ന് പറയുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഈ ഇരിക്കുന്ന ബോട്ട് എന്ന് പറഞ്ഞാൽ പാസഞ്ചർ ബോട്ടാണ്. അതായത് ഇവിടുന്ന് കോട്ടയത്തും അങ്ങനെ പോകുന്ന ബോട്ട്. അപ്പൊ ഗൈസ്, നമ്മളെ ബോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വേഗാറ്റു എന്ന ബോട്ട്. എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. ടോട്ടൽ 120 സീറ്റുകളാണ് ഇതിലുള്ളത്. എ സിയിൽ 40 സീറ്റുകളും നോൺ എ സിയിൽ 80 സീറ്റുകളുമാണ് ഇതിന് മൊത്തമുള്ളത്. ഗൈസ്, ഇതാണ് ബോട്ടിന്റെ മുൻവശം. നല്ല അടിപൊളി വ്യൂ ആണ്. ഇതാണ് എ സി കമ്പാർട്ട്മെന്റ്. ഇതാണ് ബോട്ടിന്റെ ബാക്ക് സൈഡ്. ഇവിടെയാണ് ഞങ്ങൾ കുറെ നേരം സ്പെൻഡ് ചെയ്തത്. കാരണം മുന്നിക്ക് അത്ര അലൗഡ് അല്ല. ഇവിടെ എത്ര നേരമാണെങ്കിലും നമുക്ക് നിൽക്കാം. ഇതാണ് നോൺ എ സി കമ്പാർട്ട്മെന്റ്. എ സി ആയാലും നോൺ എ സി ആയാലും നല്ല സ്പേഷ്യസും വൃത്തിയുമുള്ളൊരു കമ്പാർട്ട്മെന്റുകളാണ്. നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നീണ്ട 5 മണിക്കൂറാണ് നമ്മൾ ഈ ബോട്ടിൽ സ്പെൻഡ് ചെയ്യുന്നത്. ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് മട, വേമ്പനാട്ട് കായൽ, മുഹമ്മ വഴി പാതിരാമണൽ വിസിറ്റ് ചെയ്തു കുട്ടനാടും കണ്ട് ഉപ്പപ്പുറം വഴി ആലപ്പുഴയിലോട്ട് തിരികെ എത്തുന്നു. സായി സ്പോർട്സ് അക്കാദമിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ ജീവനക്കാര് നല്ല പാട്ടൊക്കെ ഇട്ടാന്നിട്ട് ഞങ്ങൾ അടിപൊളി ഡാൻസ് ഒക്കെ കളിച്ചു ഗൈസ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അവിടുത്തെ ജീവനക്കാര് ഞങ്ങളോട് പെരുമാറിയത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ പാതിരാമണൽ ഐലൻഡിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇനി പുറപ്പെടുക. ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പാതിരാമണൽ ഐലൻഡ് ആണ്. നമ്മൾ പാതിരാമണലിൽ എത്തിയപ്പോൾ അധികം നല്ലപോലെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ട്രീ ഹൗസിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോഴത്തേന് നല്ല മഴ പെയ്തു. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ബോട്ട് കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ റെഡിയായി. മീൽസിന് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. കരിമീൻ വേണമെന്നുണ്ടെങ്കിൽ
120 എക്സ്ട്രാ. ഇതാണ് ഉച്ചക്കത്തെ ഫുഡ്. നല്ല നാടൻ മീൽസ് ആണ്. കൂടെ ഓൾറെഡി അവർ നമുക്കൊരു മീൻ തരും. കരിമീൻ വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കാല് കുത്തിയിട്ടുള്ളൂ. അപ്പോൾ നല്ല നല്ല രസത്തിന് മഴ. ഇപ്പൊ നല്ല തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ പാതിരാമണലിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. ഇനി കുമരകം കുട്ടനാടുമാണ് കാണാൻ പോകുന്നത്. പാതിരാമണലിൽ നിന്ന് തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും ആ മഴയുണ്ട്. ആദ്യത്തെ മഴയൊക്കെ കണ്ടിട്ട് പാട്ടൊക്കെ കേട്ട് പോവാൻ നല്ല വൈബാണ് മക്കളെ. അപ്പൊ ഗൈസ് ഇത് ബോട്ടിന്റെ ഉള്ളിലുള്ളൊരു ചെറിയൊരു സർവീസാണ്. ചായയും ഐസ്ക്രീമും ഒക്കെ ഉള്ളൊരു സർവീസാണ്. അപ്പൊ നമ്മളൊരു ചായ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മുടെ അടുത്ത് കൂടെ പോയൊരു ഹൗസ് ബോട്ടാണ്. നല്ല ലക്ഷറീസ് ഹൗസ് ബോട്ടാണ്. നമ്മളെ അടുത്ത് കൂടെ കുറേ ഹൗസ് ബോട്ടുകൾ പോയിക്കണം. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വീണ്ടും നമ്മളെ കലാപരിപാടിയിലോട്ട് നമ്മൾ തിരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 5 മണിക്കൂറത്തെ യാത്രയാണ്. ഇത് മടുപ്പോ ചടപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. അത്രക്കും എൻജോയ്മെന്റ് ചെയ്തു. കിഡിലെന്നും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഗവൺമെന്റിന്റെ ആണ് വിചാരിച്ചിട്ട് ഒരു കുറവില്ല. 100% ഓക്കെ ആയിട്ടുള്ള ട്രിപ്പാണ്. ഇവിടുത്തെ സ്റ്റാഫിനെ കുറിച്ച് പറഞ്ഞേ മതിയാവും. അത്രയും അടിപൊളിയായിട്ട് അത്രയും കമ്മിയായിട്ടുള്ള സ്റ്റാഫാണ്. ഫുഡാണെങ്കിലും ബാക്കിയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. എന്തായാലും നിങ്ങൾ ഒരിക്കലും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ ആലപ്പുഴ ബീച്ചിലാണ് നിൽക്കുന്നത്. നല്ല വൈബാണ്. നല്ല കുറേ ഏരിയ ഉണ്ട്. മഴ കാരണം നമുക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. സൺസെറ്റ് ഒക്കെ മിസ്സായിട്ടുണ്ട്. എന്നാലും നല്ല വൈബാണ്. നിങ്ങൾ ആലപ്പുഴ വരുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു. നല്ല വൈബ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരണം. ബുക്കിംഗ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ആലപ്പുഴയുടെ വിശേഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ റയാൻ.